ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫിസിക്സ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആകെ ഇംഗ്ലീഷ് മാത്രമാണ് ബാക്കിയുള്ളത് ഓൺ എക്സാമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്സ് പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഫിസിക്സിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ചോദിച്ചാൽ ഒരു പുതിയ പാറ്റേൺ പോലെ എനിക്ക് തോന്നി. കുറച്ചൊക്കെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കോൺസെപ്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് അത്യാവശ്യം അറിയണ മീൻസ് ഡീപ്പായിട്ട് പഠിച്ച കുട്ടികൾ സ്റ്റുഡൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഒരു സീനായിട്ട് തോന്നിയത് ഇതിൻ്റെ വൺ വേർഡ് തന്നെയാണ്. MCQ ടൈപ്പ്, എല്ലാം MCQ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസ് ആ ഒരു ടൈപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. നീറ്റ്, JEE അതേപോലെയുള്ള ഒരു മോഡലിലേക്കാണ് മാറിയിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ വൺ വേർഡിൻ്റെ. കാരണം അല്ലെങ്കിലൊക്കെ വൺ വേർഡ് നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് ഇത്ര ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ വൺ വേർഡ്. ഇത് 2 പേജിലായിട്ടാണ് വൺ വേർഡ് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് അയ്യോ മൊത്തം പാളി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു വൺ വേർഡ് വായിച്ചപ്പോൾ. ഒരു 2-3 ദിവസത്തേക്ക് കഴിഞ്ഞ് പിന്നെ ഞാൻ വൺ വേർഡ് മൊത്തത്തിൽ നോക്കാണ്ടായി. പിന്നെ ഞാൻ നേരെ എസ്സേ എടുത്ത് നോക്കി. അത് വലിയ കുഴപ്പമില്ലയെന്ന് കണ്ടപ്പോഴാണ് പിന്നെയും എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കൂൾ ഓഫ് ടൈമിൽ വായിച്ചത്. വൺ വേർഡ് കണ്ടപ്പോൾ കിളികൾ പറന്നതോ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഇനി പിന്നെ എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടായ ഒരു സെഷൻ എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ എഴുതുന്ന സെഷനാണ്. അതിലും 7 ക്വസ്റ്റ്യൻ ആയിട്ടാണ്, അതിൽ 6 ക്വസ്റ്റ്യൻ എഴുതണം. അപ്പോൾ അത് ഇത്തിരി ടഫായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒന്ന് പോയേക്കാം. ഇതിൽ വൺ വേർഡിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ അത്യാവശ്യം നല്ല നേരം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ്, എ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് എൻക്ലോസസ് എ ഇലക്ട്രിക്കൽ ഡൈപോൾ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഗോഷ്യൻ സർഫസ് ഈസ് ഡബിൾഡ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ സർഫസ് വിൽ ബി. അപ്പോൾ ഇത് ഞാൻ റിമൈൻ 0 എന്നാണ് എഴുതിയത്. കാരണം ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ പ്ലസ് ചാർജ് ഉണ്ടാവും, മൈനസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ തന്നെ ആ ഒരു പ്ലസും മൈനസും ക്യാൻസലായിട്ട് പോകും. അപ്പോൾ പിന്നെ ഒരു ചാർജ് എൻക്ലോസ്ഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ റിമൈൻ 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കറക്കി കുത്തി MP:ME ആ ഒരു തേർഡ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷന് 1:4 ആണ് കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം ഒരു ആസ്പാസായിരുന്നു. പിന്നെന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റെസിസ്റ്റിവിറ്റി. അത് C ആണ് അതിൻ്റെ ആൻസർ, നാച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് അണ്ടർഗോസ് എ ഹൈലി കോംപ്ലക്സ് കർവ്ഡ് മോഷൻ? എനിക്കിനി ഹെലിക്കൽ പാത്ത് ഇതെന്തോ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പക്ഷേ 0 കണ്ടുകൊണ്ട് C0 ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടൊന്നുമില്ല, 0 കണ്ടു, ആൻസർ ആണെന്ന് തോന്നി കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്തു ഞാൻ. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്താണ്, അങ്ങനെ കിട്ടി. അത് 1:4 അതാണ് കിട്ടിയത്, B ഓപ്ഷൻ. 7th ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യൻ പിന്നെ വായിച്ചപ്പോൾ 0 ആണെന്ന് തന്നെ തോന്നി, B. അങ്ങനെ 3 0 ആൻസർ കൊടുത്തിട്ടുണ്ട് ഞാൻ, എന്താണെന്ന് അറിയില്ല കേട്ടോ. 2 ഐഡൻറ്റിക്കൽ സർക്കുലർ ലൂപ്സ് ക്യാരിങ് ദ സെയിം കറണ്ട് I in opposite direction if they are placed coaxially close to each other, the net magnetic field at the midpoint of the line joining their centers. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൺ വേർഡ് സെഷൻ കഴിഞ്ഞു. പിന്നെ അടുത്തത് 2 മാർക്കിൻ്റെ സെഷനാണ്. ഇത് വലിയ സീൻ ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ SI യൂണിറ്റ് പിന്നെ എഴുതുക. ഈ യൂണിറ്റൊക്കെ എത്ര നോക്കിയാലും അവിടെ എത്തുമ്പോൾ മറന്നുകൊണ്ട് എനിക്ക് ഇലക്ട്രിക് ഫ്ലക്സിന് ഞാൻ എഴുതിയത് Nm/m² ആണ്, അതുതന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലൈൻ ഇൻ്റഗ്രൽ E.ds = ഫ്ലക്സിസ്, അതല്ലേ ഫ്ലക്സ്, അതാണ് ഞാൻ എഴുതിയത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആ ഒരു സംഭവമാണ് എഴുതിയത്. പിന്നെ അടുത്തതൊരു അത്യാവശ്യം കുഴപ്പമില്ല, മറ്റേ ഇലക്ട്രിക്കൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൻ്റെ ഡയറക്ഷന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഡൈ ഇലക്ട്രിക് പോളറൈസേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഡൈ ഇലക്ട്രിക്സ് അതിനെ പറ്റിയിട്ട് അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് വിട്ടിട്ടുണ്ട്. ഡൈ ഇലക്ട്രിക്സ് പറയുമ്പോൾ മറ്റേ പോസിറ്റീവും നെഗറ്റീവും കോയിൻസൈഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് അല്ലേ, മറ്റേ മീൻസ് ഇപ്പോൾ
ഇപ്പോൾ എക്സാമ്പിൾ H2O അതേപോലത്തെ അത് ഡൈഇലക്ട്രിക്സ് എന്താണെന്ന് അറിയായിരുന്നു, പക്ഷേ അതിൻ്റെ എക്സ്പ്രഷൻ അറിയാത്തതുകൊണ്ട് അത് വിട്ടു. പിന്നെ ഓംസ് ലോ അത് പിന്നെ അതിൻ്റെ ഗ്രാഫും മെറ്റാലിക് കണ്ടക്ടേഴ്സിന് അതിന് ഗ്രാഫ് വരച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈനാണ് വരിക. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് μ0 ni/2a ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സംഭവം ഓക്കെ ആയിരുന്നു. പിന്നെ എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും, എത്ര ടൈംസ് ആണ് ഉള്ളത് എന്നൊക്കെ. പിന്നെയാണ് നമ്മുടെ 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. അതിൽ ആദ്യത്തെ കുഴപ്പമില്ലായിരുന്നു, K∈0 a/d എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ അതും ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സസിൻ്റെ സൂപ്പർ ക്വസ്റ്റ്യൻ, അത് എന്തൊക്കെയോ കാണിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയത്തെ ഞാൻ ഡെറിവേഷൻ മറന്നുപോയി, ഒക്കെ വായിച്ചായിരുന്നു, അവിടെ എത്തിയപ്പോൾ ബ്ലാങ്ക് ആയിപ്പോയി, അതുകൊണ്ട് അത് വിട്ടു. പിന്നെ മൊബിലിറ്റി അതും പിന്നെ തട്ടിക്കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. A ക്വസ്റ്റ്യൻ മാത്രമാണ് മെയിനായിട്ട് എഴുതിയിട്ടുള്ളൂ, B ക്വസ്റ്റ്യൻ അറിയില്ല. 19th ക്വസ്റ്റ്യൻ അത് അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എന്താണ് എനിക്കറിയാവുന്ന രീതിയിൽ അതെന്താണെന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെല്ല് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മാത്തമാറ്റിക്കൽ ഫോം റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താ I/R+R = EMF, IR+IR = EMF, അതാണ് ഞാൻ എഴുതിയത് കേട്ടോ, അതാണ് കറക്റ്റ് എന്ന് അറിയില്ല. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ J = σE, അതൊന്ന് ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതെനിക്ക് ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു 21ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ആ ഒരു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആണ്, വെലോസിറ്റിയും ഫോഴ്സും. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സർക്കുലർ പാത്ത് ആയിരിക്കും. പിന്നെ അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓഫർ ചെയ്യുക. അപ്പോൾ QVB = mv²/r ആ ഒരു ഇക്വേഷനിൽ എടുത്തിട്ട് R കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് 4 മാർക്കിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ എഴുതാനുള്ള ഒരു സെഷൻ ഉണ്ട്. അത് ആദ്യം 22ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യനും 2 പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിൻ്റെ, അത് എഴുതി. പിന്നെ അതിൻ്റെ B ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, എഴുതിയിട്ടില്ല ആണോ. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു പിന്നെ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതെങ്ങനെയാണ് പോവുക എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 25ഉം എഴുതിയിട്ടില്ല, അത് സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഇത് കുറേ ഡെറിവേഷൻ ഒരേപോലെ ഉള്ളതുകൊണ്ട് ഏതിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ +1 ആണെങ്കിൽ ഇപ്പോൾ ബെർണോളീസ് പ്രിൻസിപ്പിൾ അത് പറയുകയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മ വരും. ഇതിപ്പോൾ ഇഷ്ടംപോലെ ഒരേപോലെ ആ ഒരു സെക്കൻഡ് ചാപ്റ്ററില്ലേ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഒക്കെ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഒരേപോലത്തെ ഇതുള്ളതുകൊണ്ട് തന്നെ പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലും ഉണ്ട്, അപ്പോൾ ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ട്, അതൊരു ഫാക്ടറാണ്. 26ാമത്തെ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി പോയിന്റ് ലൈങ് ഓൺ ഇസ് ബൈസെക്റ്റിംഗ് ലൈൻ. ബൈസെക്റ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇക്വറ്റോറിയലിൻ്റെ ആ ഒരു ഡെറിവേഷൻ ഇല്ലേ, മറ്റേ ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് B2E + cos θ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയത്തെ എഴുതിയിട്ടുണ്ട്, ഇടയിലൊരു ഡൗട്ട് വന്നു, എന്നാലും 27 എഴുതിയിട്ടുണ്ട്, മറ്റേ വെയ്റ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ആ ഒരു സംഭവമാണ്. പിന്നെ അതിൽ ആ ഒരു B ക്വസ്റ്റ്യൻ എനിക്ക് 30 ohms ആണ് കിട്ടിയത് കേട്ടോ. പിന്നെ 28ാമത്തെയും എഴുതി, അതും ആംബിയർ സർക്യൂട്ടൽ ലോ എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം ഏതായി ലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെയാണ് ആ ഒരു ഇൻ്റഗ്രൽ വെച്ചിട്ട് μ0I അത് ആ ഒരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ഡെറിവേഷനും ഏകദേശമൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുമ്പോൾ ഒരു μ0 ni/2 അതാണ് കിട്ടിയത്. പിന്നെ 29ാമത്തെ ക്വസ്റ്റ്യൻ, അതിലെ A ക്വസ്റ്റ്യൻ അറിയായിരുന്നു, B ക്വസ്റ്റ്യൻ അറിയില്ല, സോ അതും വിട്ടു. അതിൽ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, അത് അത്യാവശ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കുറേ പേർക്കൊക്കെ ആ ഒരു വൺ വേർഡ് കണ്ടിട്ടായിരിക്കും പിന്നെ ഒന്ന് ഇതായിട്ടുണ്ടാവുക, പേടിച്ചിട്ടുണ്ടാവുക. ഞാനും സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്നൊരു ഷിഫ്റ്റ് പോലെ എനിക്ക് തോന്നി, ഇങ്ങനെയൊക്കെ ചോദിക്കലുണ്ടോ, അതായത് ഫുൾ MCQ ആണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഡാഷ് വന്നിട്ട് നമുക്ക് എഴുതണം, അങ്ങനത്തെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവട്ടെ, മൊത്തം MCQ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ കൂടുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ
പിന്നെന്താ കുറേ പേരൊക്കെ കറക്കി കുത്താനൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മൂന്നെണ്ണമൊക്കെ കറക്കി കുത്തിയിട്ട് തോന്നുന്നു. ഞാൻ 0 ആ 0 കണ്ടപ്പോൾ തോന്നുന്നു ഞാൻ കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്. പിന്നെ ആ രണ്ടാമത്തെ ക്വസ്റ്റിനും കറക്കി കുത്തി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എക്സാമിന് MCQ പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ പേപ്പറുകളൊക്കെ പാറ്റേൺ മാറി. എനിക്കിപ്പോൾ ഈ ഒരു ഓൺ എക്സാമിൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ട് തോന്നിയ ഫിസിക്സ് പേപ്പർ മാത്രമാണ്. ബാക്കിയൊക്കെ ഇപ്പോൾ കെമിസ്ട്രി മാനേജബിൾ ആയിരുന്നു. മാത്സും എനിക്ക് ടഫാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് പേപ്പർ വെച്ച് നോക്കുമ്പോൾ അത് അത്ര ടഫായിട്ടുള്ള, അതായത് പിന്നെ പുതിയ പാറ്റേണോ അങ്ങനെ കുഴപ്പിക്കണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസോ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ടഫായിരുന്നു, അതാണ്. അപ്പോൾ ഇത് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു പുതിയ പാറ്റേൺ ആയി തന്നെയാണ് തോന്നിയത്. ടീച്ചർമാരും ഏകദേശം അതൊക്കെ ഈ ഒരു ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഒരു എക്സാം കൂടിയുള്ള ഇംഗ്ലീഷ്, അതിന് വലിയൊരു ടെൻഷൻ ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം ഒന്ന് വായിച്ചിട്ടൊക്കെ പോകേണ്ടി വരും. ഒരു എഴുതാനുള്ളൊരു മടി അത് മാത്രം നമുക്കൊന്ന് ഓവർകം ചെയ്യണം ആ സമയത്ത്. അതാണ് മെയിൻ ടാസ്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.